ഇത്തവണ മാജിക് സംഭവിക്കുന്നു. 4500 പരം വോട്ടുകൾക്ക് വിജയം ഉറപ്പിച്ച തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉദുമയിൽ പോലും LDF-ന്റെ കോട്ടകൾ ഇളകുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വൈപ്പിനിൽ പക്ഷേ ഒരു മാറ്റം ഉണ്ടാകുന്നു. 244 വോട്ടുകൾക്ക് MP ഷൈനി ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നു. വൈപ്പിൽ ഒരു മാറ്റമുണ്ട്. 1529 വോട്ടിന്റെ ലീഡ് ബിന്ദുകൃഷ്ണ കൊല്ലത്തെടുക്കുന്നു. തൃപ്പൂണിത്തുറയിൽ UDF ലീഡ് എടുക്കുന്നു. ദീപക് ജോയ് 1763 വോട്ടിന്റെ ലീഡാണ് തൃപ്പൂണിത്തുറയിൽ നേടിയിരിക്കുന്നത്. തിരൂരങ്ങാടിയിൽ PMA സമീർ 2843 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ OS അംബിക 677 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടൻ 2355 വോട്ടുകൾക്ക്, കുന്നത്തനാട് VP സജീന്ദ്രൻ 2557 വോട്ടുകൾക്ക്, ധർമ്മടത്ത് VP അബ്ദുൾ ബഷീർ ലീഡ് തുടരുന്നു. ആറന്മുളയിൽ ധർമ്മടത്ത് അബ്ദുൾ ബഷീർ ലീഡ് തുടരുന്നു. 733 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും പിണറായി വിജയൻ വിജയിച്ചേക്കാം. പക്ഷേ ലീഡാണ് അബിൻ വർക്കിക്കുള്ളത്. വീണ ജോർജിന്റെ നില പരിങ്ങലിലാണ്. ഈ ലീഡ് കുറച്ച് നേരമായി, അതായത് മന്ത്രിമാർ ഒന്നാകെ പരാജയപ്പെടുന്നു. ഒന്നോ രണ്ടോ പിന്നിലാണ്. OR കേളുവും അവിടെ പിന്നിട്ട് നിൽക്കുകയാണ്. വയനാട് സേനാപതി വേണുവിന്റെ ലീഡ് 5000 കടന്നു. മന്ത്രിമാരാണ് നാണക്കേട് ഒഴിവാക്കുന്നത്. രാജൻ മുന്നിട്ട് നിൽക്കുകയാണ്. GR അനിൽ മുന്നിട്ട് നിൽക്കുകയാണ്. പക്ഷേ P പ്രസാദ് പിന്നിലാണ്. ചിഞ്ചു റാണിയും പിന്നിലായിരുന്നു ഏറ്റവും ഒടുവിൽ, അല്ലെ? തൃശ്ശൂരിൽ രാജൻ പലന്റെ ലീഡ് 4000 കടന്നു. തൃശ്ശൂരിൽ രാജൻ പലന്റെ ലീഡ് 4000 കടന്നു. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ഒരു ആശ്വാസ കിരണമായി നിൽക്കുന്നു. അവിടെ രഞ്ജിത്ത് ഒരു പക്ഷേ ബേപ്പൂരിൽ എതിരാളി PV അൻവർ പറഞ്ഞത് ആദ്യത്തെ റൗണ്ട് വോട്ടുകൾ എണ്ണുമ്പോൾ തീർച്ചയായും താൻ പിന്നിലായിരിക്കും, പക്ഷേ അവസാന റൗണ്ടുകളിലേക്ക് കയറുമ്പോൾ മുന്നിലെത്തുമെന്നാണ്. അങ്ങനെയെങ്കിൽ രഞ്ജിത്ത് ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ മേൽക്കൈ, ഇത്രമേൽ ചുരുങ്ങിയ ഒരു മേൽക്കൈ മതിയോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. 2000 വോട്ടുകൾക്ക് മാത്രം ഏതാണ്ട് മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഇനി എണ്ണാനുള്ളത്. പ്രതീക്ഷിക്കുന്ന PV അൻവർ മേൽക്കൈ നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിലാണ് എന്നതും ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചു പോകേണ്ടതുണ്ട്. അഴീക്കോട് 1433 മുന്നിൽ. KV സുമേഷ് കണ്ണൂരിൽ ഒരു പ്രകാശ കിരണമായി നിൽക്കുന്നു. പക്ഷേ അവരുടെ എല്ലാം ഭൂരിപക്ഷം അല്ലെങ്കിൽ മേൽക്കൈ എന്നത് 1000-ന് താഴെ എന്നതാണ് എടുക്കേണ്ടത്. PK ശശി പിന്നിൽ പോയിരിക്കുകയാണ്. LDF ലീഡ് പിടിച്ചിരിക്കുകയാണ്. ഒറ്റപ്പാലത്ത് ശശി പിന്നിലാണ് ഇപ്പോൾ. കോഴിക്കോട് NDA സ്ഥാനാർത്ഥി ലീഡ് തുടരുന്നു. TK റണീഷിന്റെ ലീഡ് കോഴിക്കോട് തുടരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ, ആലപ്പുഴയിൽ ആകെ ഒരാൾ മാത്രം ലീഡ് ചെയ്യുന്നു. അത് മന്ത്രി സജി ചെറിയാനാണ്. സിദ്ദിഖിന്റെ മേൽക്കൈ 5000 വോട്ടുകൾ പിന്നിടുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. വയനാട്ടിലെ കൽപ്പറ്റയിൽ കൃത്യമായ മേൽക്കൈ സിദ്ദിഖ് തുടരുകയാണ്. അത് 5000-ന് മുകളിലേക്ക് എത്തുകയാണ്. 5000-ന് മുകളിൽ വോട്ടുകൾ നേടിക്കൊണ്ട് ഏതാണ്ട് വിജയം ഉറപ്പിക്കുകയാണ്. ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവ് 1965 വോട്ടിന് പിന്നിൽ തന്നെയാണ്. സൂരജ് അവിടെ വലിയ നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റഡിയായി ലീഡ് ഉയർത്തി വരുന്നുണ്ട്, നിലനിർത്തുന്നുണ്ട്. ബേബി MLA എന്ന ഇടതുപക്ഷം പുകഴ്ത്തിയിരുന്ന സച്ചിന് ഇത്തവണ പരാജയം നടക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സച്ചിൻ പിന്നോട്ട് പോവുകയാണ്. ശേഷം കൈപ്പത്തി അടയാളത്തിൽ ആരുമില്ലാതിരുന്ന കോഴിക്കോടാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. അവിടെ ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവ് പിന്നിൽ നിൽക്കുന്നു. കൽപ്പറ്റയിൽ ടി സിദ്ദിഖിന്റെ ഭൂരിപക്ഷം 6000 കടന്നു. തിരുവല്ലയിൽ അനൂപ് ആന്റണി ഒരു ഘട്ടത്തിൽ മുന്നിലെത്തുന്നു എന്നതാണ് തിരുവല്ലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം. NDAയുടെ സ്ഥാനാർത്ഥി തിരുവല്ലയിൽ അനൂപ് ആന്റണി LDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി തിരുവല്ലയിൽ മുന്നിൽ കണക്ക് പുറത്തു വരുന്നു. കോഴിക്കോട് മണ്ഡലത്തിൽ KV സുമേഷ് പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ വീണ്ടും മുന്നിൽ എന്ന വാർത്ത പുറത്തു വരുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 2145 വോട്ടുകൾക്ക് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മുന്നിൽ. 2145 വോട്ടുകൾക്ക് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ. കണ്ടോൺമെന്റ് ഹൗസിൽ ആഘോഷം തുടങ്ങി. രേണുക, കണ്ടോൺമെന്റ് ഹൗസിൽ വലിയ ആഘോഷം. ആഘോഷങ്ങളിലേക്ക് പോകണം. ദൃശ്യങ്ങൾ കാണൂ പ്രേക്ഷകരെ, ദൃശ്യങ്ങൾ കാണൂ. കണ്ടോൺമെന്റ് ഹൗസിൽ ആവേശം തുടങ്ങിയിരിക്കുന്നു. ആവേശ കാഴ്ചകൾ കണ്ടോൺമെന്റ് ഹൗസിൽ. വലിയ വിജയം, 100 അടിക്കും UDF എന്ന ആവേശ കാഴ്ച. സതീശന്റെ അപ്രമാദിത്യം. അതെ, കണ്ടോൺമെന്റ് ഹൗസിൽ തന്നെയാണുള്ളത്. അവിടെ നേതാക്കളുണ്ട്. KPCC ആസ്ഥാനത്ത് പന്തൽ കെട്ടി ലഡുവിന് ഓർഡർ കൊടുത്ത്, പാൽപ്പായസിന് ഓർഡർ കൊടുത്ത് ഇരിക്കുകയായിരുന്നു. മണക്കാട് സുരേഷ് ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ പകുതി ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്നതാണ്. ഒന്നും വേസ്റ്റ് ആവില്ല എന്ന് വ്യക്തം
വ്യക്തമാകുന്നു. അപ്പോൾ ഇന്ന് ആദ്യം ത്രിവർണ്ണ നിറത്തിലുള്ള ലഡു കേരളമെമ്പാടും വിതറും. ത്രിവർണ്ണ ലഡു കേരളത്തിൽ വിതറും. ഇടുക്കിയിലിതാ റോയ് കെ പൗലോസ് മുന്നിട്ട് നിൽക്കുന്നു. കേരളത്തിലുടനീളം ഇത്തവണ UDFന്റെ ശക്തമായ തരംഗം എന്നതാണ് ഈ സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടത്. 47 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിൽ, CPM 22 സീറ്റുകളിൽ മാത്രം, IUML 13 സീറ്റുകളിൽ, CPI 5 സീറ്റുകളിൽ. LDFന്റെ സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. തവനൂരിൽ 2 റൗണ്ട് പൂർത്തിയാകുമ്പോൾ VS ജോയ് 3554 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. KT ജലീലിന് വലിയ തിരിച്ചടി. യെസ്, റാന്നിയിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് ചെറിയ ആശ്വാസമുണ്ട്. പക്ഷെ പാലക്കാട് ശോഭാ സുരേന്ദ്രന് ഒരു മുന്നേറ്റമുണ്ട്. ഒരു പക്ഷേ 2021 ഇതിന് സമാനമാകുന്ന തരത്തിൽ അന്ന് NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു E ശ്രീധരനായിരുന്നു അവസാന ലാപ്പ് വരെ മുന്നിൽ നിന്നത്. അതിനുശേഷമായിരുന്നു ഷാഫി പറമ്പിൽ വിജയിച്ചത്. ഒരു പക്ഷേ ഇപ്പോൾ വോട്ടെണ്ണുന്നത് ശക്തി കേന്ദ്രങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ NDAയുടെ ഈ ഭൂരിപക്ഷം ഏത് മണിക്കൂറുകളിലും ഏത് നിമിഷവും മാറിമറിയാം. പക്ഷേ 2145 വോട്ടുകൾക്ക് ഈ ഘട്ടത്തിൽ നിൽക്കുന്നു. തൃത്താലയിൽ ഇപ്പോഴും MP രാജേഷ് പിന്നിലാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ നേരിയ മുൻതൂക്കം ചില മണ്ഡലങ്ങളിൽ എങ്കിലും ഇടതുപക്ഷത്തിനുണ്ട് എങ്കിൽ പോലും അതൊന്നും ഒരു അപ്പർ ഹാൻഡിലേക്ക് പോകുന്ന തരത്തിലുള്ള മേൽക്കൈയായി മാറുന്നില്ല. 3 സീറ്റുകൾ NDA മുന്നിലാണ് സംസ്ഥാനത്ത്. ഒന്ന് പാലക്കാട്, ഒന്ന് ചാത്തന്നൂര്, മറ്റൊന്ന് നേമം. കഴക്കൂട്ടത്തെ കണക്കുകൾ വരാറുണ്ട്. കഴക്കൂട്ടത്തെ കോഴിക്കോട് മുന്നിൽ നിന്നിരുന്നു. കോഴിക്കോട് 4 സീറ്റുകൾ നേമം. മഞ്ചേശ്വരം ലീഡ് പോയി. മഞ്ചേശ്വരത്ത് വലിയ പിന്നിൽ പോയി സുരേന്ദ്രൻ, ഒരുപാട് പിന്നിൽ പോയി സുരേന്ദ്രൻ. മഞ്ചേശ്വരം തൃത്താലയിൽ MP രാജേഷ് ഇപ്പോഴും പിന്നിൽ എന്നതാണ് എടുത്തു പറയേണ്ടത്. MP രാജേഷ് പിന്നിൽ നിൽക്കുമ്പോൾ VT ബൽറാം 371 വോട്ടുകൾ, അതും ഒരു കൃത്യമായ മെജോറിറ്റിയിലേക്ക് പോകുന്നില്ല. പക്ഷേ ചിത്തരഞ്ജൻ 635 വോട്ടുകൾക്ക് പിന്നിൽ, ആലപ്പുഴയിൽ AD തോമസ് 635 വോട്ടുകൾക്ക് മുന്നിൽ. അത് നല്ല കാര്യമാണ്. AD തോമസ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ അടിയേറ്റ AD തോമസ് അവിടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. തോമസിന്റെ വിജയം അവിടെ ആഗ്രഹിക്കുന്നതാണ്. നവകേരള യാത്രയ്ക്കിടെ അംഗരക്ഷകരുടെ അടിയേറ്റ AD തോമസ് ആലപ്പുഴയിൽ മുന്നിൽ തല്ലിയ AD തോമസ് മുന്നിലെന്നേ ജനം കണ്ടതാണ്. കോങ്ങാട് KA തുളസി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. 1277 വോട്ടുകൾക്കാണ് തുളസി മുന്നിട്ട് നിൽക്കുന്നത്. രമ്യ ഹരിദാസ് വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. ചിറയൻ കീഴുന്ന LDF കോട്ട ഇളകുന്നു. ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് രമ്യ ഹരിദാസ് കടക്കുന്നു. 107 വോട്ടുകൾക്കാണ് ഇപ്പോൾ രമ്യ ഹരിദാസ് മുന്നിൽ നിൽക്കുന്നത്. ചിറയിൻ കീഴിലും അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എനിക്ക് തോന്നുന്നു തൃശ്ശൂരും പാലക്കാടും മാത്രമേ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കുവാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? MP രാജേഷിന് കാലിടറുകയാണ്. മന്ത്രിമാരാണ് ഇത്തവണ തോൽക്കുന്നത്. 48 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിലാണ് മഞ്ജുഷ്. ഇപ്പോഴത്തെ പുതിയ കണക്കിൽ 48 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിലാണ്. 22 സീറ്റുകളിൽ മാത്രമാണ് CPM ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എന്നുള്ള കണക്ക് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. അതായത് 22 ഇപ്പോൾ 48 ആയത് എന്ന് ആലോചിക്കണം. 26 സീറ്റുകൾ ഇതിനകം തന്നെ UDF കോൺഗ്രസിന് ലഭിച്ചു കൂടി കഴിഞ്ഞു ലീഡ് നിലയിൽ. അത് വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. വലിയ ട്രെൻഡാണ്. സീറ്റുകൾ മണലൂരിൽ TN പ്രതാപൻ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. മണലൂരിൽ TN പ്രതാപൻ 128 വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ലീഡ് വീണ്ടും ഉയർത്തുന്നുണ്ട്. അത് 6000-ലേക്ക് എത്തുന്നു ശോഭാ സുരേന്ദ്രൻ എന്നതാണ്. ഈ BJPയുടെ 2 സീറ്റ് എന്ന് പറയുമ്പോൾ കോഴിക്കോട് ഒരെണ്ണം 4 സീറ്റിലുണ്ട്. 4 സീറ്റിൽ കാസർഗോഡ് പക്ഷേ ഇപ്പോൾ അശ്വിന് പിന്നിലാണ്. മുസ്ലിം ലീഗാണ് നേമത്ത് മുന്നിൽ നിൽക്കുന്നു. പാലക്കാട് കോഴിക്കോട് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 6834 വോട്ടുകൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.